തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. സർജറിക്ക് വിധേയനായ രോഗിയുടെ കാലിൽ പുഴുവരിച്ച നിലയിൽ പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിനാണ് ചികിത്സയിൽ പിഴവ് സംഭവിച്ചത്. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ പങ്കുവച്ച ആ ദൃശ്യം അത് കണ്ടു നിൽക്കാനാവില്ല. ജീവനുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ പുഴുവരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ്, വളരെ ഗൗരവതരവും നമുക്ക് ആർക്കും മനുഷ്യ മനസാക്ഷി ഉള്ളവർക്കാർക്കും നോക്കി നിൽക്കാനും കഴിയാത്ത ദുഃഖകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ നിമിഷം പുറത്ത് വരുന്നത്. അത് ബന്ധുക്കളാണ് ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. രാജേന്ദ്ര പ്രസാദ് എന്ന പാരിപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തിന് 61 വയസ്സാണ് പ്രായം. ഈ കഴിഞ്ഞ 28-ാം തീയതി അദ്ദേഹത്തിന് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ജോലിക്ക് വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് പാരിപ്പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനം മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുന്നു. അങ്ങനെ കാലിന് ഗുരുതരമായ പരിക്കേൽക്കുന്നു. അങ്ങനെ പരിക്കിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ആദ്യം പാരിപ്പള്ളിയിൽ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അതീവ ഗുരുതരമായതുകൊണ്ട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ എത്തി ഈ 28-ാം തീയതി തന്നെ അദ്ദേഹത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു, സർജറിക്ക് വിധേയമാക്കുന്നു. അതിനുശേഷം ICUവിലായിരുന്നു അദ്ദേഹത്തെ കിടത്തിയിരുന്നത്. ബന്ധുക്കൾ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. കാരണം ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുമ്പോഴേ ബാക്കി സുഖവിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. അവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹത്തെ രാജേന്ദ്ര പ്രസാദിനെ വാർഡിലേക്ക് മാറ്റി. ആ വാർഡിലേക്ക് മാറ്റുമ്പോൾ മകനാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. കാലിൻ്റെ കെട്ടിയിരിക്കുന്ന സർജറിയുള്ള ഭാഗത്ത് അടിയിലേക്ക് നോക്കുമ്പോൾ അടിയിൽ നിന്ന് പുഴുക്കൾ ഊർന്ന് വീഴുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഉടൻ തന്നെ ഇത് ആശുപത്രിയിലുണ്ടായിരുന്ന നേഴ്സിനെ, അവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട നേഴ്സിനെ വിവരം അറിയിച്ചു. ആദ്യഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. 3 മണിയോടുകൂടി മറ്റ് മരുന്നുകൾ വേണം എന്ന കാര്യം ആവശ്യപ്പെടുന്നു. അതിനുശേഷം 5 മണിക്ക് ശേഷമാണ് ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയത്. അതിനുശേഷമാണ് ഗുരുതരമായ പ്രശ്നം ഗുരുതരമാണ്, സങ്കീർണമാണ് എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ പുഴുവരിച്ച സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഔദ്യോഗികമായി ഈ ഡോക്ടറോട് ചോദിച്ചപ്പോൾ തന്നെ പറയുന്നില്ല. സാധാരണ ഈ പറയുന്ന മുറിവുകളിൽ ഈച്ച വന്ന് മുട്ടയിടും, അവിടെ നിന്നാണ് പുഴു വരുന്നത് എന്നതാണ് ഡോക്ടർ നൽകിയിട്ടുള്ള വിശദീകരണം. അങ്ങനെ ICUവിൽ കഴിയുന്ന ഒരു രോഗി, സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു രോഗി അത്രമാത്രം ഹൈജീനിക്കായി സൂക്ഷിക്കേണ്ട സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഈച്ച വന്ന് മുട്ടയിടുന്നത്, എങ്ങനെയാണ് അവിടുന്ന് നുളയ്ക്കുന്ന പുഴുക്കൾ പുറത്തേക്ക് വരുന്നത് എന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആശങ്കയും ഈ പറഞ്ഞ ദുരൂഹതയുമുണ്ട്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധുക്കൾ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിഷ്വലിൽ തന്നെ അവരകത്ത് നിന്നെടുത്ത വീഡിയോയുടെ ദൃശ്യങ്ങളാണ്. അതിൻ്റെ ദൃശ്യങ്ങളുടെ കൂടുതൽ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അതിൻ്റെ ഓഡിയോ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാവുന്നതാണ്. അക്ഷയ്, അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഇതെന്താണ് സംഭവിച്ചത്. ഒരു ഞെട്ടലോടുകൂടി ആ വിഷ്വൽ അടുത്തിരിക്കുന്ന ആൾക്കാരടക്കം ബന്ധുക്കളടക്കം എടുക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പം മുമ്പ് പോയി ബന്ധുക്കളോട് വിവരം നേരിട്ട് ആരാഞ്ഞു. അതിനുശേഷമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് എന്ന് പറഞ്ഞ് വേഗം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി മുൻകാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൈരളി അങ്ങനെയല്ല. നമ്മൾ ഈ വാർത്തയുടെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഇത് മെഡിക്കൽ കോളേജിലെ സംഭവമാണോ എന്ന കാര്യം തിരക്കി ബന്ധുക്കളെ ബന്ധപ്പെട്ടു. അതിനുശേഷം നേരെ ആശുപത്രിയിലേക്ക് പോയി ബന്ധുക്കളുമായി, അതായത് മകൻ്റെ ഭാര്യയുമായി ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കളുമായി സംസാരിച്ചു. അവർ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ കൈരളി ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് അടുത്ത മിനിറ്റുകളിൽ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. പൂർണ്ണമായി ബന്ധുക്കളുടെ ഭാഗത്തിൽ പറയുന്നതും ദൃശ്യങ്ങളിലും പറയുന്നതും ഗുരുതരമായ ചികിത്സാ പിഴവാണ് എന്നതാണ് അവർ പറയുന്നത്. ഇനി ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും ആശുപത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെയും വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. 28-ാം തീയതിയാണ് രാജേന്ദ്ര പ്രസാദിന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ്, ഒരു അപകടം ഈ പാരിപ്പള്ളിയിൽ വെച്ച് നടക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. എന്തെങ്കിലും തരത്തിൽ വലിയ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഈ ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പലതവണ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. പക്ഷേ ICUവിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും ഗുരുതരമായ അവസ്ഥ ബന്ധുക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പുറത്തേക്ക് വാർഡിലേക്ക് മാറ്റുന്ന ഘട്ടത്തിലാണ് മകൻ ഇത് കാണുന്നത്. ഈ പറയുന്ന കെട്ടിവച്ചിരിക്കുന്ന ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് നിന്ന് പുഴുക്കൾ താഴേക്ക് ഊർന്നു വീഴുന്ന കാഴ്ചയാണ്. ഞെട്ടലോടുകൂടി അടുത്ത് ഇരുന്നവരും ബന്ധുക്കളും ഇത് ചിത്രീകരിക്കുന്നു, വിഷ്വലായി എടുക്കുന്നു. ആ ഞെട്ടലിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നതും ഇതിൻ്റെ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബന്ധപ്പെടുകയും വിവരങ്ങൾ നമ്മൾ അറിയുകയും നേരിട്ട് തന്നെ ഈ തിരുവനന്തപുരം
മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി ബന്ധുക്കളുടെ വിശദാംശങ്ങൾ നമുക്ക് എടുക്കാനും കഴിഞ്ഞു. നമുക്ക് ഇതിലെ ശബ്ദം അവർ എടുക്കുന്നതും അവർ പറയുന്നതും പുഴുക്കൾ പുറത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട അവർ തന്നെ പറയുന്ന ഭാഗമുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കൂടുതൽ പ്രേക്ഷകർക്ക് കാണിക്കാവുന്നതാണ്. അക്ഷയ്, തീർച്ചയായും നൃപൻ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ദൃശ്യങ്ങളിൽ പുഴു വീണോണ്ടിരിക്കുകയടി. ഇത് കണ്ട, ഇതാണ് മനുഷ്യന്റെ ജീവനെ പോലെ ഇതൊക്കെ പഠിച്ചെന്ന് പറയുന്നത്. മെഡിക്കൽ എത്തിക്സ്. മോനെ ഒന്നുകൂടെ ഷീറ്റ് ഒന്ന് ചേച്ചി ഷീറ്റ് ഇതൊന്ന് മടക്കാവോ? 2026 ജൂൺ മാസത്തിൽ 1-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നൊരു രംഗമാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് നൃപൻ ചക്രവർത്തി തുടരുകയാണ്. നൃപനിത, വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. നമ്മൾ ഇതിനിടയ്ക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ബന്ധപ്പെടാനായി ശ്രമിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പ്രതികരണം നമ്മൾ ഈ ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാനായി തയ്യാറായിട്ടില്ല. നൃപൻ, നിലവിൽ എന്താണ് ഈ രോഗിയുടെ അവസ്ഥ? അദ്ദേഹത്തെ തുടർന്ന് ബാക്കി ആ മുറിവ് അഴിച്ച് പരിശോധിക്കുകയോ തുടർ ചികിത്സ നൽകുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗിക്ക് ചികിത്സ കിട്ടുക എന്നതാണ് നമ്മുടെ ഈ വാർത്ത കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കണം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പാവപ്പെട്ടവർ, ഏറ്റവും നിരാലംബരായ രോഗികൾ വരുന്ന മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പിഴവ് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഒപ്പം തന്നെ രാജേന്ദ്ര പ്രസാദിന് കൃത്യമായി ചികിത്സയും കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ബന്ധുക്കൾ ബഹളം വച്ചതിനെ തുടർന്ന് ഡോക്ടർമാർ വന്ന് നോക്കി. അതിനുശേഷം അദ്ദേഹത്തിന് മുറിവ് അഴിച്ചു. മുറിവ് അഴിച്ചപ്പോൾ നുളയ്ക്കുന്ന പുഴുക്കൾ തന്നെയായിരുന്നു. മരുന്നുകൊണ്ട് കഴുകി പുഴുക്കളെല്ലാം മാറ്റിയ ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ പുതുതായി ഡ്രസ്സ് ചെയ്ത ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കിട്ടുന്ന വാർഡിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്.